ഏവർക്കും സാൻഫ്രവിഷന്റെ നമ്മുടെ സമർപ്പിതർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ള സെന്റ് സേവേഴ്സ് യൂണിറ്റിലെ വടക്കൻ പത്രോസ് കൊച്ചുമേരി ദമ്പതികളുടെ മൂത്ത മകളായ സിസ്റ്റർ മരിയ സിസ്റ്റിനെയാണ്. സിസ്റ്റർ, സ്വാഗതം. സിസ്റ്റർ സമർപ്പിത ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു സംഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഞാൻ പഠിച്ചത് LF സ്കൂളിലാണ്. LIGയിൽ 10 വരയ്ക്ക് പഠിച്ചതിന് ശേഷം LF കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു. പഠിക്കുന്ന സമയത്ത് പലപ്പോഴും തോന്നാറുണ്ട്, ലബോറട്ടറിയിലേക്ക് പോകുമ്പോഴെല്ലാം ഇതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ മദറിനെ പറ്റി കേൾക്കാനും മദറിൻ്റെ പുസ്തകങ്ങൾ വായിക്കാനും ഉള്ള ഒരു അനുഗ്രഹം ദൈവം തന്നു. അതിൻ്റെ വഴിയായിട്ട് എനിക്ക് ഈ ജീവിതത്തിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നുകയും അങ്ങനെ ഞാൻ ഈ സഭാജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിലെല്ലാം ഉപരിയായിട്ട് എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ എന്നെ ഈശോ തിരഞ്ഞെടുത്തു എന്ന് പറയാൻ പറ്റും. മിഷണറി ആൻഡ് ചാരിറ്റി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? മദറിനോടുള്ള ഇഷ്ടവും മദർ ചെയ്യുന്ന സേവനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി തിരഞ്ഞെടുത്തത്. പിന്നെ ഞങ്ങളുടെ ഒരു അയൽവക്കത്തുള്ള ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററിനെ കണ്ട് എനിക്ക് ഒന്നുകൂടി താല്പര്യമായി. പക്ഷെ എല്ലാറ്റിലും കൂടുതലായിട്ട് മദറിനോടുള്ള ആ സ്നേഹം, മദർ ചെയ്യുന്ന ആ സേവനമാണ് എന്നെ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്ക് കൂടുതലായിട്ട് നയിച്ചതെന്ന് പറയാം. സിസ്റ്ററുടെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ 25 വർഷമായി സിസ്റ്ററുടെ യാത്രയിൽ എങ്ങനെയാണ് പിന്തുണച്ചത്? പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതലുള്ള പിന്തുണ എന്ന് പറയാം. അപ്പച്ചൻ എന്നും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. സഭയിൽ ചേരുവാനും 25 വർഷം ഈശോയുടെ ഒരു മണവാട്ടിയായിട്ട് പിന്തുടരാനായിട്ടുള്ള ഒരു കൃപ ഇവരുടെ പ്രാർത്ഥന വഴിയാണെന്ന് ഞാൻ പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. സിസ്റ്ററിന്റെ അനിയനുമായുള്ള ഒരു ഓർമ്മ ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഞാനും എൻ്റെ അനിയനും ഒരു ഫ്രണ്ട് പോലെയായിരുന്നു ഞങ്ങൾ ഇവിടെ ജീവിച്ചത്. പോകുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ടായിരുന്നു അവനെയൊക്കെ വിട്ടു പോകാനായിട്ട്. എന്നാലും ഈശോയുടെ ആ പ്രത്യേകമായിട്ടുള്ള വിളി എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അനിയനെ വിട്ടുപോയെങ്കിലും അനിയനുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഫോൺ വിളിക്കുമ്പോഴെല്ലാം അവനെ പറ്റി ചോദിക്കുമായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഇറങ്ങുമ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അവൻ ഇവിടെ നിന്ന് എങ്ങനെയാണ് എന്നെ അയച്ചതെന്നുള്ളത് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. സിസ്റ്ററുടെ പേര് ഷീജ എന്നായിരുന്നു. മഠത്തിൽ ചേർന്നപ്പോൾ മരിയ സിസ്റ്റീന എന്ന പേരിലേക്ക് മാറ്റി. ഈ പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഞങ്ങൾ സിസ്റ്റർ ആകുമ്പോൾ പേര് മാറ്റണം എന്നൊരു നിയമമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷീജ എന്ന പേര് മാറ്റിയിട്ട് മരിയ സിസ്റ്റീന എന്നെടുത്തിരിക്കുന്നത്. പക്ഷേ മദർ എപ്പോഴും പറയാറുണ്ട്, ഈ പേര് മാറ്റുന്നത് ലോകത്തിൽ നിന്നും നമ്മൾ പൂർണ്ണമായിട്ടും ഈശോയിലേക്ക് അടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ എനിക്ക് പേര് തന്നപ്പം അവർ തന്നെയാണ്, സഭയിൽ നിന്ന് തന്നെയാണ് അവർ തന്ന പേര്. ഇത് ഒരു മാർപ്പാപ്പയുടെ പേരാണ്, 62nd. അപ്പോൾ ഒരു മാർപ്പാപ്പയ്ക്ക് പോലെ ഞാനും ഒരു വചനപ്രഘോഷണം നടത്തി ഈശോയിലേക്ക് അടുക്കണം എന്നൊരാഗ്രഹം കൂടെ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മരിയ എന്ന് ഞാൻ ആഡ് ചെയ്തു, മാതാവിനെ പോലെ ഈശോയെ മറ്റുള്ളവർക്ക് നൽകാനുള്ള അനുഗ്രഹത്തിനായിട്ട്. സിസ്റ്റർ ആകാൻ ഇവിടെ നിന്ന് ആദ്യമായി ഏത് സ്ഥലത്തേക്കാണ് പോയത്? എറണാകുളത്ത് പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കമാൻസി പ്രോഗ്രാം. അപ്പോൾ അവിടേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. അവിടെ നിന്ന് 6 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഞാൻ കൽക്കട്ടയിലേക്ക് പോയി. പിന്നെ അവിടെ 3 വർഷം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ സിസ്റ്റർ ആയതും ഈ സഭാവസ്ത്രം ഞാൻ സ്വീകരിച്ചതും പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയത്. കേരളത്തിൽ നിന്ന് പോയതിനു ശേഷം ഭാഷ ഒരു പ്രശ്നമായി തോന്നിയിരുന്നു? ഭാഷ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃപ എൻ്റെ മേലുണ്ടെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. കാരണം പല ഭാഷകൾ പഠിക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് 5 ഭാഷകൾ അറിയാം. ഒരു 3 മാസം കൊണ്ട് എനിക്കത് പഠിക്കാനുള്ള അനുഗ്രഹം, ഈ 5 ഭാഷകളും പഠിക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. 25 വർഷത്തെ സമർപ്പിത ജീവിതത്തിൽ സിസ്റ്ററിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം പങ്കുവയ്ക്കാമോ? ഞാൻ ആദ്യമായിട്ട് കൽക്കട്ടയിലേക്ക് പോയപ്പോൾ ജീവിക്കുന്നൊരു വിശുദ്ധയെ കാണാനായിട്ട് പറ്റി. മദർ തെരേസയെ, മദറായിരുന്നു ഞങ്ങളെ വെൽക്കം ചെയ്തത്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയാം. കാരണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ മദർ എന്ന്. പക്ഷേ ആ മദർ വന്ന് ഞങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് തരികയും ഞങ്ങളെ വെൽക്കം ചെയ്യുകയും മദറിൻ്റെ കൂടെ 1997 വരയ്ക്കും മരിക്കുന്ന വരയ്ക്കും അതേ
ഹൗസിൽ ജീവിക്കാനുള്ള അനുഗ്രഹവും മദർ തരുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസ് അത് കേൾക്കാനൊരു ഭാഗ്യവും അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. സിസ്റ്റർ സമർപ്പിത ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു സംഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? വെല്ലുവിളി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളും ഒരു വെല്ലുവിളി പോലെ തന്നെയാണ് എനിക്ക് തോന്നാറ്. കാരണം വളരെ സ്മൂത്തായിട്ടുള്ള ജീവിതം എന്ന് പറയാനൊന്നും പറ്റില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുമ്പോൾ ഓരോ പേഷ്യൻസിന് ഞങ്ങളുടെ ശരിക്കുള്ള ജീവിതം എന്ന് പറയുന്നത് റോഡിലും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകളിലും കിടക്കുന്ന അനാഥകളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പുഴുകളൊക്കെ പിടിച്ച് ദുർഗന്ധം വമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഞങ്ങൾക്ക് പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയിലെ ഈശോയെ കണ്ട് ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷെ അതിനു വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ഈശോ എനിക്ക് എല്ലായ്പ്പോഴും തന്നിട്ടുണ്ട്. സിസ്റ്റർ സമർപ്പിത ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നത്? മദറിനെ കാണാൻ പറ്റിയെന്നുള്ളതൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആ ഒരു നിയമങ്ങളനുസരിച്ചിട്ട് ജീവിച്ച് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും മറ്റുള്ളവരെ കൂടുതൽ അടുപ്പിക്കുവാനുമുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. മദർ തെരേസയുടെ സന്യാസി സമൂഹത്തിൽ ചേരാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? അത് ദൈവത്തിൻ്റെ ഒരു വിളിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫസ്റ്റ്. അതാണ് ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം ഈ ഈശോയെ മറ്റുള്ള ദർശിക്കുവാനുള്ള ഒരു വിളി നമുക്കുണ്ടോ അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ നടപടികളും നമുക്ക് എല്ലാ നിയമങ്ങളും പഠിപ്പിച്ചു തരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കുവാനും സാധിക്കും. പക്ഷെ ജോയിൻ ആകാനുള്ള ഏറ്റവും വലുത് ഈ വിളി എനിക്കുണ്ടോ എന്നുള്ള ഒരു ശരിയായിട്ടുള്ളൊരു ബോധ്യം. കാരണം മറ്റുള്ള സഭകളിലെ സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളപ്പം ഞങ്ങളുടെ അനാഥാശ്രമങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ അനാഥാശ്രമങ്ങളിൽ അനാഥ കുട്ടികളെയും അനാഥരായിട്ടുള്ള വൃദ്ധന്മാരെയും വൃദ്ധകളെയും കൊണ്ടുവരുമ്പം അവരിൽ ഈശോയെ കണ്ട് നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യാനുള്ളൊരു വിളി എനിക്കുണ്ടോ എന്ന് നമ്മൾ ആദ്യം കാണണം. അത് കണ്ടതിന് ശേഷം ജോയിൻ ആയതിനു ശേഷമുള്ളതാണ് ബാക്കിയുള്ള പരിപാടികളെല്ലാം. മദർ തെരേസ രൂപം കൊടുത്ത സ്ഥാപനങ്ങൾ ഇപ്പോഴും അതേപോലെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ? സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പല കാരണങ്ങളാൽ ഞങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ലെപ്രസി സെൻറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ലെപ്രസി സെൻറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ സെൻറ്റർ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സെൻറ്റർ തുടങ്ങേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എയ്ഡ്സ് സെൻറ്റർ വേണമെങ്കിൽ ആ എയ്ഡ്സ് സെൻറ്റർ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ക്ലോസ് ചെയ്യുകയോ ഒന്ന് ഓപ്പൺ ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ട് വരുന്നു മാത്രം. അല്ലാതെ വേറെ കുഴപ്പം ഇതുവരെ കണ്ടിട്ടില്ല. സജീവമായിട്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നു. മദറുള്ള കാലത്തുണ്ടായിരുന്ന അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിസ്റ്റർ ആയതിനു ശേഷം ആദ്യമായിട്ട് പോയത് ആന്ധ്രാപ്രദേശിലേക്കായിരുന്നു. അവിടെ കുട്ടികളുടെ ഹോമിലും അനാഥരായിട്ടുള്ള ഓൾഡ് പീപ്പിളിൻ്റെ ഹോമിലും എല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ 20 വർഷത്തെ സേവനത്തിന് ശേഷം ഞാനിപ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ റോയപുരത്താണ്. അവിടെയും അനാഥരായിട്ടുള്ള കുട്ടികളാണ് കൂടുതലും. ആ കുട്ടികളെ നോക്കുന്നതോടൊപ്പം അവർക്ക് സേവനം ചെയ്യുന്നതോടൊപ്പം ഞാൻ ജയിൽ സന്ദർശിക്കുവാനും വേദോപദേശം പഠിപ്പിക്കുവാനും ഫാമിലീസ് വിസിറ്റ് ചെയ്യുവാനും എല്ലാം പോകാറുണ്ട്. അതിൻ്റെ കൂടെ 3 സംസ്ഥാനങ്ങൾക്കായിട്ട്, അതായത് തമിഴ്നാട്, പോണ്ടിച്ചേരി, ആൻഡമാൻ ഈ സ്ഥലങ്ങളിലെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുവാനും അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഓഡിറ്റിംഗ് പോലെ സേവനം കൊണ്ടിരിക്കുന്നു ഇപ്പോൾ. പക്ഷേ കൂടുതലായിട്ടും മറ്റുള്ളവരെ ഈശോയ്ക്ക് കൊണ്ടുവരിക എന്താണ് എൻ്റെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഏത് ജോലി തന്നാലും ചെയ്യാനായിട്ട് ഞാൻ സന്നദ്ധയാണ്. പാവങ്ങളിൽ എളിയവരിൽ ഈശോ ദർശിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച സിസ്റ്റർക്ക് സൺപ്രവിഷന്റെ പേരിലും ഇടവകയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.